ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പനീർ ഉണ്ടാക്കാനാണ്. അതിന് 2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് അല്പം ഉപ്പ്, അല്പം നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീരാണ് അത്, ഒരു ശകലം പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കണം. ഒന്ന് ഇളക്കിയ ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അടുപ്പിൽ വെക്കുകയാണ്. പാല് നല്ലകൂട്ട് തിളച്ച് ഇതിനകത്ത് പാലിൽ നിന്നും ആ കട്ടി ഇങ്ങനെ വേർവിട്ട് വരും. പാൽക്കട്ടി വേർവിട്ട് വരുമ്പോൾ അത് നമ്മളൊരു തുണിയിലോട്ട് ഒഴിച്ച് ഞെക്കിയെടുത്താൽ മതി. നമുക്ക് നല്ല പാൽക്കട്ടി, നല്ല പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പിന്നെ ഒന്ന് ഇത് ഞാൻ നല്ല കൂട്ടാതെ കട്ടിയായ ശേഷം ഞാൻ താഴെ വെച്ച് അല്പം ഒന്ന് ആറാൻ. കാരണം നമ്മളിത് ഒഴിച്ചൊന്ന് പിഴിഞ്ഞെടുക്കേണ്ടത് കൊണ്ടേ, നമ്മൾ ചൂടോടെ ഒഴിക്കുമ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ശക്കലം ഒന്ന് തണുക്കാൻ വെച്ചിട്ട്, അന്നേരം അത് ആ വെള്ളം മേളിലും അതിൻ്റെ ആ കട്ട താഴെയുമായിട്ട് അടിഞ്ഞു കിടക്കുക. ഞാൻ കാട്ടിത്തരാം. ആ പനീറിൻ്റെ അത് കണ്ടോ, അതുപോലെ കിടക്കുക അതിനകത്ത് കണ്ട. ഇത് നമുക്ക് അതാണ് നമുക്ക് അതിനകത്തുനിന്ന് ആ കട്ട പോലെ നമുക്ക് ലഭ്യമാകുന്ന സാധനം. ഇത് 2 ലിറ്റർ പാലാണ്. ഒരു നാരങ്ങ നീര്, ഒരു 100 ഗ്രാം കാണുമായിരിക്കും പഞ്ചസാര, ഒരു നാരങ്ങയുടെ നീര്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനം. വിനാഗിരി വേണേലും ഉപയോഗിക്കാം കേട്ടോ. വെച്ചാലും പാല് ഇങ്ങനെ കിട്ടും. അമർത്തി കൊടുത്ത് തിരിച്ച് വെച്ചൊന്ന് ആഞ്ഞ് പുഷ് ചെയ്യുമ്പം ആ ഒരു വട്ടം നമുക്ക് ലഭ്യമാകും. പിന്നെ നമ്മളത് ഒന്ന് ഇതാവുകയാണെങ്കിൽ, ഒന്ന് പൊട്ടിയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആ കൈ കൊണ്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുത്താൽ മതി. നന്നായിട്ട് കിട്ടും.
നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീറാണ്. യാതൊരു മാലിന്യവും നമ്മളിതിനകത്ത് ചേരത്തില്ല. നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ കിട്ടും. മുറിച്ചെടുത്താൽ മതി. നമുക്ക് പിന്നെ പനീർ കറിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെപ്പോലുള്ള സാധു സ്ത്രീകളെ സഹായിക്കുക. ഇപ്പം നോയമ്പ് കാലമൊക്കെയല്ലേ, അപ്പം നമുക്ക് മത്സ്യവും ശബരിമലയ്ക്ക് മാല ഇട്ടവർക്ക് മത്സ്യവും മാംസവും ഒന്നും കൂട്ടാൻ പറ്റത്തില്ലാത്തവർക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കറിയായിട്ടും ചപ്പാത്തിക്കൊക്കെ ആയാലും കറിയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ